ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ മെയിൻസ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തൊഴിൽ വീതിയിൽ വന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. NDPS ആക്ട് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. NDPS ആക്ടിൻ്റെ പൂർണ്ണരൂപമാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. NDPS ആക്ട് നിലവിൽ വന്ന വർഷം 1985. NDPS ആക്ട് നിലവിൽ വന്നതെന്നാണ് 1985. NDPS ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയ ദിവസം 1985 സെപ്റ്റംബർ 16. NDPS ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതെന്നാണ് 1985 സെപ്റ്റംബർ 16. NDPS ആക്ട് പാസ്സാക്കിയപ്പോൾ ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. NDPS ആക്ട് പാസ്സാക്കിയപ്പോൾ ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. ലഹരിമരുന്ന് അഥവാ സൈക്കോട്രോപിക് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും നിർമ്മിക്കാനും കൃഷി ചെയ്യാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതാണ് 1985 ഓഗസ്റ്റ് 23. ലഹരിമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും നിർമ്മിക്കാനും കൃഷി ചെയ്യാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്നാണ് 1985 ഓഗസ്റ്റ് 23. അപ്പോൾ NDPS ആക്ടിൻ്റെ പൂർണ്ണരൂപമാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. നിലവിൽ വന്നത് 1985. NDPS ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതെന്നാണ് 1985 സെപ്റ്റംബർ 16. ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും നിർമ്മിക്കുന്നതും കൃഷി ചെയ്യുന്നതുമായുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 1985 ഓഗസ്റ്റ് 23. NDPS ആക്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്നു മുതലാണ്? 1985 നവംബർ 14 മുതൽ. NDPS ആക്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 1985 നവംബർ 14. NDPS ആക്ട് നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ്. NDPS ആക്ട് നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റാണ് ഗ്യാനി സെയിൽ സിംഗ്. NDPS ആക്ട് നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗും. NDPS ആക്ട് എത്ര തവണ ഭേദഗതി ചെയ്തു? 3 തവണ. NDPS ആക്ട് എത്ര തവണയാണ് ഭേദഗതി ചെയ്തത്? 3 തവണ. NDPS ആക്ട് ആദ്യമായി ഭേദഗതി ചെയ്തത് 1988. NDPS ആക്ട് ആദ്യമായി ഭേദഗതി ചെയ്തത് 1988. NDPS ആക്ട് രണ്ടാമത് ഭേദഗതി ചെയ്തത് 2001. NDPS ആക്ട് രണ്ടാമത് ഭേദഗതി ചെയ്തതെന്നാണ് 2001. NDPS ആക്ട് മൂന്നാം ഭേദഗതി നടത്തിയത് 2014. NDPS ആക്ട് മൂന്നാം ഭേദഗതി നടത്തിയതെന്നാണ് 2014. ഒന്നുകൂടെ നോക്കാം. NDPS ആക്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 1985 നവംബർ 14 മുതലാണ്. NDPS ആക്ട് നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗും. NDPS ആക്ട് 3 തവണ ഭേദഗതി ചെയ്തു. ഒന്നാമത് ഭേദഗതി ചെയ്തത് 1988, രണ്ടാമത് ഭേദഗതി ചെയ്തത് 2001, മൂന്നാം ഭേദഗതി നടന്നത് 2014. അടുത്തത് ലഹരി മരുന്നിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വേദമാണ് അഥർവവേദം. ലഹരി മരുന്നിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വേദം അഥർവവേദം. NDPS ആക്ട് 1988 ഭേദഗതി ചെയ്യുമ്പോൾ ആരായിരുന്നു രാഷ്ട്രപതി? R. വെങ്കിട്ടരാമൻ. അപ്പോൾ NDPS ആക്ട് ആദ്യം ഭേദഗതി ചെയ്തത് 1988. ആ സമയത്തെ രാഷ്ട്രപതിയായിരുന്നു R. വെങ്കിട്ടരാമൻ. NDPS ആക്ട് 2001 ഭേദഗതി ചെയ്യുമ്പോൾ ആരായിരുന്നു രാഷ്ട്രപതി? KR നാരായണൻ. രണ്ടാമത് ഭേദഗതി ചെയ്തത് 2001. ആ സമയത്തെ രാഷ്ട്രപതിയായിരുന്നു KR നാരായണൻ. 2014 ഭേദഗതി ചെയ്യുമ്പോൾ ആരായിരുന്നു രാഷ്ട്രപതി? പ്രണബ് മുഖർജി. അടുത്തത് NDPS ആക്ട് ഭേദഗതി ബിൽ 2014 ലോക്സഭ പാസ്സാക്കിയത് 2014 ഫെബ്രുവരി 20. NDPS ആക്ട് ഭേദഗതി ബിൽ 2014 ലോക്സഭ പാസ്സാക്കിയതെന്നാണ് 2014 ഫെബ്രുവരി 20.
NDPS ആക്ട് ഭേദഗതി ബിൽ 2014 രാജ്യസഭ പാസാക്കിയത് 2014 ഫെബ്രുവരി 21. NDPS ആക്ട് ഭേദഗതി ബിൽ 2014 രാജ്യസഭ പാസാക്കിയതെന്നാണ് 2014 ഫെബ്രുവരി 21. എന്താണ് NDPS ആക്ട് ഭേദഗതി ബിൽ 2014 ലോക്സഭ പാസാക്കിയത് ഫെബ്രുവരി 20 രാജ്യസഭ പാസാക്കിയത് ഫെബ്രുവരി 21. NDPS ആക്ട് ഭേദഗതി ബിൽ 2014 രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതെന്നാണ് 2014 മാർച്ച് 7. NDPS ആക്ട് ഭേദഗതി ബിൽ 2014 രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതെന്നാണ് 2014 മാർച്ച് 7. NDPS ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ മരണശിക്ഷ. NDPS ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ മരണശിക്ഷ. NDPS ആക്ടിൽ ഏത് വകുപ്പാണ് മരണശിക്ഷ നിഷ്കർഷിക്കുന്നത്? സെക്ഷൻ 31A. NDPS ആക്ടിൽ മരണശിക്ഷയെക്കുറിച്ച് പറയുന്ന ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 31A. ഡ്രഗ്സ് ഏത് ലിസ്റ്റിൽ പെടുന്നു? കൺകറൻറ്റ് ലിസ്റ്റ്. ഡ്രഗ്സ് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? കൺകറൻറ്റ് ലിസ്റ്റ്. ഒപ്പിയം അല്ലെങ്കിൽ കറുപ്പ് ഉൽപ്പാദനം ഏത് ലിസ്റ്റിൽ പെടുന്നു? യൂണിയൻ ലിസ്റ്റ്. ഒപ്പിയം അഥവാ കറുപ്പ് ഉൽപ്പാദനം ഏത് ലിസ്റ്റിൽ പെടുന്നു? യൂണിയൻ ലിസ്റ്റ്. പ്രകൃതിയിൽ നേരിട്ട് കാണുന്ന ലഹരി മരുന്നുകൾ അറിയപ്പെടുന്ന പേരാണ് നാച്ചുറൽ ഡ്രഗ്സ് അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ലഹരി മരുന്ന്. പ്രകൃതിയിൽ നേരിട്ട് കാണുന്ന ലഹരി മരുന്നുകൾ അറിയപ്പെടുന്ന പേരാണ് നാച്ചുറൽ ഡ്രഗ്സ് അല്ലെങ്കിൽ പ്രകൃതിദത്ത ലഹരി മരുന്ന്. പ്രകൃതിദത്ത ലഹരി മരുന്നിന് ഉദാഹരണങ്ങളാണ് കഞ്ചാവ്, ഹാഷിഷ്, കറുപ്പ് അല്ലെങ്കിൽ ഒപ്പിയം. പ്രകൃതിദത്ത ലഹരി മരുന്നിന് ഉദാഹരണം എന്താണ്? കഞ്ചാവ്, ഹാഷിഷ്, കറുപ്പ്. ഒന്നുകൂടെ നോക്കാം. NDPS ആക്ട് ഭേദഗതി ബിൽ 2014 രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചത് 2014 മാർച്ച് 7. NDPS ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് ഡെത്ത് പെനാൽറ്റി, മരണശിക്ഷ. NDPS ആക്ട് ഏത് വകുപ്പാണ് മരണശിക്ഷ നിഷ്കർഷിച്ചിരിക്കുന്നത്? സെക്ഷൻ 31A. ഡ്രഗ്സ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഒപ്പിയം ഉൽപ്പാദനം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. പ്രകൃതിദത്തമായി കാണുന്ന ലഹരി മരുന്നുകളാണ് നാച്ചുറൽ ഡ്രഗ്സ്. അവയ്ക്ക് ഉദാഹരണമാണ് കഞ്ചാവ്, ഹാഷിഷ്, കറുപ്പ്. കഞ്ചാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് കനാബിസ് ഇൻഡിക്ക, കനാബിസ് സറ്റൈവ, കനാബിസ് റൂഡറാലിസ്. എന്തൊക്കെയാണ്? കനാബിസ് ഇൻഡിക്ക, കനാബിസ് സറ്റൈവ, കനാബിസ് റൂഡറാലിസ്. ഏത് ശരീരവ്യവസ്ഥയെയാണ് കഞ്ചാവ് പ്രധാനമായി ബാധിക്കുന്നത്? നാഡീവ്യവസ്ഥയെ. ഏത് ശരീരവ്യവസ്ഥയാണ് കഞ്ചാവ് പ്രധാനമായി ബാധിക്കുന്നത്? നാഡീവ്യവസ്ഥയെ. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന ഘടകം അല്ലെങ്കിൽ ആൽക്കലോയിഡാണ് THC. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന ഘടകമാണ് THC. കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന THC എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് ടെട്രാ ഹൈഡ്രോ കനാബിനോൾ. എന്താണ്? കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന THC എന്നതിൻ്റെ പൂർണ്ണരൂപം ടെട്രാ ഹൈഡ്രോ കനാബിനോൾ. കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കനാബിനോളിക് ആസിഡ്. എന്താണ്? കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കനാബിനോളിക് ആസിഡ്. മരിജുവാന എന്നറിയപ്പെടുന്ന ലഹരി മരുന്നാണ് കഞ്ചാവ്. മരിജുവാന എന്നറിയപ്പെടുന്ന ലഹരി മരുന്നാണ് കഞ്ചാവ്. ഏതു ലഹരിമരുന്ന് ഉപയോഗ നിമിത്തം ഉണ്ടാകുന്ന രോഗമാണ് CHS? കനാബിനോയിഡ് ഹൈപ്പറെമസിസ് സിൻഡ്രോം. CHS എന്നാൽ കനാബിനോയിഡ് ഹൈപ്പറെമസിസ് സിൻഡ്രോം. കഞ്ചാവ്. അപ്പോൾ കഞ്ചാവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് CHS, കനാബിനോയിഡ് ഹൈപ്പറെമസിസ് സിൻഡ്രോം. എന്തൊക്കെയാണ് പറഞ്ഞത്? കഞ്ചാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് കനാബിസ് ഇൻഡിക്ക, കനാബിസ് സറ്റൈവ, കനാബിസ് റൂഡറാലിസ്. ഏത് ശരീരഭാഗത്തെയാണ് കഞ്ചാവ് ബാധിക്കുന്നത്? നാഡീവ്യവസ്ഥയെ. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് THC. THCയുടെ പൂർണ്ണരൂപമാണ് ടെട്രാ ഹൈഡ്രോ കനാബിനോൾ. കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് കനാബിനോളിക് ആസിഡ്. കഞ്ചാവ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മരിജുവാന. കഞ്ചാവിൻ്റെ ഉപയോഗം നിമിത്തം ഉണ്ടാകുന്ന ഒരു രോഗമാണ് CHS, കനാബിനോയിഡ് ഹൈപ്പറെമസിസ് സിൻഡ്രോം. അടുത്തത് ചാർഫ്, കനാബിനോയിഡ് ഹൈപ്പറെമസിസ് അക്യൂട്ട്
റീനൽ ഫെയിലിയർ എന്ന രോഗം ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത്? വൃക്ക. ചാർഫ് അല്ലെങ്കിൽ കനാബിനോയിഡ് ഹൈപ്പറമസിസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? വൃക്ക. UNODC എന്നതിൻ്റെ പൂർണ്ണരൂപം? യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം. UNODCയുടെ പൂർണ്ണരൂപമാണ് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം. UNODCയുടെ കണക്ക് പ്രകാരം കഞ്ചാവിൻ്റെ ടെട്രാഹൈഡ്രോ കാർബിനോൾ എത്ര ശതമാനമാണ്? 5%. UNODCയുടെ കണക്ക് പ്രകാരം കഞ്ചാവിൻ്റെ ടെട്രാഹൈഡ്രോ കനാബിനോൾ THCയുടെ ശതമാനം എത്രയാണ്? 5%. എന്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ലഹരി മരുന്നാണ് ചരസ്? കഞ്ചാവ്. എന്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ലഹരി മരുന്നാണ് ചരസ്? കഞ്ചാവ്. ചരസിൻ്റെ മറ്റൊരു പേരാണ് ഹാഷിഷ്. ചരസിൻ്റെ മറ്റൊരു പേരാണ് ഹാഷിഷ്. ഒന്നുകൂടെ നോക്കാം. കഞ്ചാവ് മൂലം ഉണ്ടാകുന്ന വേറൊരു രോഗമാണ് ചാർഫ്, കനാബിനോയിഡ് ഹൈപ്പറമസിസ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. അത് ബാധിക്കുന്നത് വൃക്കയെയാണ്. UNODC എന്നാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം. UNODCയുടെ കണക്ക് പ്രകാരം കഞ്ചാവിൽ അടങ്ങിയിരിക്കുന്ന THC എത്ര ശതമാനം വേണം? 5%. എന്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ലഹരി മരുന്നാണ് ചരസ്? കഞ്ചാവിൽ നിന്ന്. ചരസിൻ്റെ മറ്റൊരു പേരാണ് ഹാഷിഷ്. UNODCയുടെ കണക്ക് പ്രകാരം ഹാഷിഷിൻ്റെ ടെട്രാഹൈഡ്രോ കനാബിനോൾ എത്ര ശതമാനമാണ്? 20%. UNODCയുടെ കണക്ക് പ്രകാരം ഹാഷിഷിൻ്റെ ടെട്രാഹൈഡ്രോ കനാബിനോളിൻ്റെ ശതമാനം എത്രയാണ്? 20%. UNODCയുടെ കണക്ക് പ്രകാരം ഹാഷിഷ് ഓയിലിൻ്റെ ടെട്രാഹൈഡ്രോ കനാബിനോളാണ് 60%. UNODCയുടെ കണക്ക് പ്രകാരം ഹാഷിഷ് ഓയിലിൻ്റെ ടെട്രാഹൈഡ്രോ കനാബിനോളിൻ്റെ ശതമാനമാണ് 60%. കഞ്ചാവ് ചെടിയുടെ ഇല, പൂക്കൾ എന്നിവ കൊണ്ട് നിർമ്മിക്കുന്ന ലഹരി പാനീയമാണ് ഭാങ്. കഞ്ചാവ് ചെടിയുടെ ഇല, പൂക്കൾ എന്നിവ കൊണ്ട് നിർമ്മിക്കുന്ന ലഹരി പാനീയത്തിൻ്റെ പേരാണ് ഭാങ്. ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷമാണ് 1985. ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷമാണ് 1985. ഒന്നുകൂടെ നോക്കാം. UNODCയുടെ കണക്ക് പ്രകാരം ഹാഷിഷിൻ്റെ ടെട്രാഹൈഡ്രോ കാബിനോൾ എത്ര ശതമാനമാണ്? 20%. നേരത്തെ നമ്മൾ പഠിച്ചതെന്താണ്? UNODCയുടെ കണക്ക് പ്രകാരം കഞ്ചാവിൻ്റെ ടെട്രാഹൈഡ്രോ കനാബിനോളിൻ്റെ ശതമാനം 5%. ഹാഷിഷിൻ്റെ ആണെങ്കിൽ 20%. അടുത്തത് ഹാഷിഷ് ഓയിലിൻ്റെ ആണെങ്കിൽ 60% THC ആണ്. അടുത്തത് കഞ്ചാവ് ചെടിയുടെ ഇല, പൂക്കൾ എന്നിവ കൊണ്ട് നിർമ്മിക്കുന്ന ലഹരി പാനീയമാണ് ഭാങ്. ഇന്ത്യയിൽ കഞ്ചാവ് പൂർണ്ണമായി നിരോധിച്ച വർഷം 1985.